ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പ്രിയപ്പെട്ടവരെ, രണ്ട് കരങ്ങളും ഒരു നിമിഷം സ്വർഗത്തിലേക്ക് നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? കണ്ണുകളടച്ച് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും സമർപ്പിക്കുകയാണ്. ഈ കൈകൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും നമ്മൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. ഭാരപ്പെടുത്തുന്ന, വിഷമിപ്പിക്കുന്ന അനേക പ്രാർത്ഥനാ നിയോഗങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. ചില വിഷയങ്ങളിൽ വല്ലാണ്ട് വിഷമിക്കുന്നവർ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. നീ ഇപ്പോൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും നീ ഒരു കാര്യം വിശ്വസിക്കുക, നിൻ്റെ മേൽ കർത്താവിൻ്റെ ആത്മാവ് ഇടപെടുന്ന സമയമാണ്. വിശ്വസിക്കുന്ന ഓരോ വ്യക്തിക്കും ഇതനുഭവിക്കാൻ സാധിക്കും. നമ്മുടെ ഇന്നലകളെക്കുറിച്ചോ നമ്മുടെ കുറവുകളെക്കുറിച്ചോ നമ്മുടെ ഇന്നലകളിൽ നമുക്ക് സംഭവിച്ച തെറ്റായ തീരുമാനങ്ങളെക്കുറിച്ചോ ഒന്നും നിങ്ങൾ വിഷമിക്കേണ്ട. മറിച്ച് നന്നായി ഉള്ളുരുകി പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചാൽ മതി. ദൈവം ഇടപെടും. കാരണം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ് അവിടുന്ന്. ഇപ്പം നമ്മുടെ മുമ്പിൽ യോഹന്നാൻ്റെ ലേഖനം പഠിപ്പിക്കുകയാണ്. 1 യോഹന്നാൻ 5:14. അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. ഹല്ലേലൂയാ. ഒരു ഉറപ്പ് പറയുവാണ്. ഇതൊരു അരക്ഷിതാവസ്ഥയല്ല. ചിലപ്പോൾ നടന്നേക്കാം, ചിലപ്പോൾ നടക്കാതിരിക്കാം, അങ്ങനെയല്ല. അഷ്വറൻസ് ആണ് കേട്ടോ. ഇതൊരു അരക്ഷിതാവസ്ഥയല്ല, ഉറപ്പാണ്. ഹെബ്രായ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 14-ാം തിരുവചനം ഒന്ന് വായിച്ചാലോ? ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 4 വേഴ്സ് 14. 14-ാം തിരുവചനം 14. സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ ഒരു പ്രധാന പുരോഹിതൻ ദൈവപുത്രനായ യേശു നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിക്കാം. ഉറപ്പാണ്. മുറുകെ പിടിക്കാം. മുറുകെ പിടിക്കാം. പറഞ്ഞേ, മുറുകെ പിടിക്കാം. മുറുകെ പിടിക്കാം. അടുത്തിരിക്കുന്ന ആൾക്കൊന്നും കൈ കൊടുത്തോണ്ട് മുറുകെ പിടിച്ചോണ്ട് പറഞ്ഞ മുറുകെ പിടിക്കാം. ആരെ മുറുകെ പിടിക്കാന്ന്? മനുഷ്യരെ അല്ല, തമ്പുരാൻ കർത്താവിനെ നമുക്ക് മുറുകെ പിടിക്കാം. അതൊരു ഉറപ്പാണ്. അതൊരു ഉറപ്പാണ്. വചനം നൽകുന്ന ഒരു ഉറപ്പാണ്. എന്നിട്ട് അതിന്റെ 16-ാം തിരുവചനം കൂടെ ഒന്ന് വായിച്ചോ. 16-ാം തിരുവചനം. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കണ്ടോ, പ്രത്യാശയോടെ ഹോപ്പ്, പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ അത് നമുക്ക് ഒരു വലിയ ഉറപ്പാണ്. പ്രാർത്ഥിക്കാൻ തീരുമാനമെടുക്കുന്ന ഓരോ വ്യക്തിയും വിശ്വസിച്ചു കൊള്ളണം. ഇറ്റ് ഈസ് ആൻ അഷ്വറൻസ്. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി നൽകിയിരിക്കുന്ന ഉറപ്പാണ്. ഉറപ്പ്. ഞാനത് വിശ്വസിക്കുന്നു. സ്വരമുയർത്തി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ 1 യോഹന്നാൻ 5:10 നമ്മളെ പഠിപ്പിക്കുന്ന ഈ ആത്മീയ സത്യം, അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം അതൊരു ഉറപ്പാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഉത്തരം കിട്ടുന്നത് നമ്മുടെ സമ്മർദ്ദം കൊണ്ടല്ല, മറിച്ച് അവിടുത്തെ ഇഷ്ടപ്രകാരം ചോദിക്കുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതായത് നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച് ശല്യപ്പെടുന്നത് കൊണ്ടല്ല, മറിച്ച് നമ്മൾ അവിടുത്തെ ഇഷ്ടം നിറവേറ്റുന്നത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ദൈവഹിതത്തെ നമ്മൾ 2 തരത്തിൽ മനസ്സിലാക്കുന്നു. ഒന്നാമത്തത് പെർഫെക്റ്റ് വില്ലെന്ന് പറയും. മറ്റൊന്ന് പറയുന്നത് പെർമിസീവ് വില്ലെന്ന് പറയും. അതായത് പെർഫെക്റ്റ് വില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ച് ദൈവം ഒരു പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. ജെറമിയ 29:11 കാണാതെ അറിയാവുന്നവരൊന്ന് പറഞ്ഞ് കേൾക്കട്ടെ. ജെറമിയ 29:11 കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ളൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. അത് നിങ്ങളുടെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ളതാണ്, ശുഭകരമായ ഭാവിയും പ്രത്യാശയും. അപ്പം നമ്മളെക്കുറിച്ച് ഒരു പദ്ധതി ദൈവത്തിൻ്റെ മനസ്സിലുണ്ട്. പറഞ്ഞേ, ഉണ്ട്. എന്നെ സൃഷ്ടിച്ച എന്നെ സൃഷ്ടിച്ച സ്വർഗസ്ഥനായ പിതാവിന് ഒരു പദ്ധതി ഉണ്ട്. ഗോഡ്സ് പ്ലാൻ, ദൈവ പദ്ധതി ഉണ്ട്. യെസ് ഓർ നോ? ഉണ്ട്. ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ട്. അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. ഹല്ലേലൂയ. അത് പെർഫെക്റ്റ് വില്ലാണ്. അപ്പം നമ്മൾ അതനുസരിച്ച് ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അത്
ദൈവീക പദ്ധതിയുടെ ഭാഗമായി സംഭവിക്കപ്പെടും. ഇനി മറ്റൊരു തരത്തിലുള്ള ഒരു പദ്ധതിയുടെ പൂർത്തീകരണമുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്നത് ഒരു പെർമസീവ് വെല്ലെന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശല്യപ്പെടുത്തി ഒരു കാര്യം ചോദിച്ചു. നമ്മുടെ പദ്ധതി ഇങ്ങനെ ആകണമെന്നല്ല ദൈവത്തിന് ഇഷ്ടം. പക്ഷെ നമ്മുടെ തലയ്ക്കകത്തുള്ള വ്യക്തിപരമായ ആഗ്രഹം ഇങ്ങനെയാണ്, ഇങ്ങനെ. ഉദാഹരണം പറയാം. ഒരു പെൺകുട്ടി അവളുടെ വിവാഹപ്രായമെത്തി. അപ്പോൾ അവളുടെ വീട്ടിൽ അപ്പനും അമ്മയും പറഞ്ഞു, എടി നമുക്ക് വിവാഹം ആലോചിക്കണം, അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഇവൾ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ, ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി 6-7 വർഷമായി എനിക്ക് ഒരു ചെറുപ്പക്കാരനുമായിട്ട് പ്രണയത്തിലാണ്. അവൻ നമ്മുടെ മതത്തിൽപ്പെട്ടതല്ല, നിങ്ങളോട് പറയാൻ എനിക്ക് ഭയമാണ്. എന്ന് മാത്രമല്ല അവൻ നമ്മുടെ കുടുംബത്തോട് ചേരുന്ന, സ്റ്റാറ്റസിന് ചേരുന്ന ഒരു ടൈപ്പല്ല, മൊത്തത്തിൽ കുറവാണ്. പക്ഷേ എനിക്ക് അവനെ കല്യാണം കഴിക്കണം, നിങ്ങളതിന് സമ്മതിക്കണം. അപ്പം ഈ പെൺകുട്ടി അത്യാവശ്യം പ്രാർത്ഥനയൊക്കെ ഉള്ളതാണ്. അപ്പോഴത്തേക്ക് ഇവളുടെ അപ്പനും അമ്മയും പറഞ്ഞു, നീ എന്താ ഈ പറയണേ, എടി നമ്മുടെ കുടുംബത്തിന് ചേരുന്നതല്ല, എന്ന് മാത്രമല്ല ഇത് നിനക്ക് നല്ലതല്ല. അപ്പം ഇവൾ പറഞ്ഞു, അങ്ങനെയല്ല, എനിക്ക് തോന്നുന്നു ഇതാണ് നല്ലത്, എൻ്റെ തലയ്ക്കകത്ത് ഇതാണ് നല്ലത്. അപ്പം ഇവളുടെ അപ്പനും അമ്മയും പറഞ്ഞു, എന്നാൽ നീ ഒരു ധ്യാനം കൂടാൻ പോ. അങ്ങനെയാണ് ഇവൾ ധ്യാനത്തിന് വന്നത്. ധ്യാനത്തിന് വന്നപ്പോൾ ഇവൾ ഒറ്റ കാര്യം എന്നോട് പറഞ്ഞുള്ളൂ, അച്ഛാ എൻ്റെ പ്രാർത്ഥന ഒറ്റ കാര്യമുള്ളൂ, എനിക്കിവനെ കല്യാണം കഴിക്കണം. ഞാൻ ചോദിച്ചു, അത് നിൻ്റെ ആഗ്രഹം, എന്താണ് നിന്നെക്കുറിച്ച് നിൻ്റെ ദൈവത്തിൻ്റെ ആഗ്രഹം, നീ അത് ചോദിച്ചോ? അത് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല അച്ഛാ, അതെന്തിനാ ചോദിക്കുന്നത്? അയ്യോ, ഞാൻ ഇവനെ കണ്ടുപിടിച്ചത് തന്നെ ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ഇതെല്ലാം ഇവള് ദൈവിക പദ്ധതിയായിട്ട് ആരോപിക്കുവാണ്. എന്നിട്ട് ഇവൾ പറഞ്ഞു, അച്ഛാ അവൻ എനിക്ക് കെട്ടണം. അച്ഛാ ഇപ്പൊ വീട്ടുകാരെതിർത്താലും ഉണ്ടല്ലോ, ഞാൻ ദൈവത്തോട് ചോദിച്ച് പ്രാർത്ഥിച്ച് അത് നേടിയെടുക്കും, അങ്ങനെ എൻ്റെ വീട്ടുകാർ സമ്മതിക്കും, ഭയങ്കര ഉറപ്പാണ്. ഞാൻ പറഞ്ഞു, ദൈവഹിതമാണോ? അപ്പോൾ അവള് പറഞ്ഞു, ഇതൊക്കെ ദൈവഹിതമാണ് അച്ഛാ, എല്ലാം ഇവളാണ് തീരുമാനിക്കുന്നത്, എല്ലാം ഇവള് തീരുമാനിക്കുക. അങ്ങനെ ഞാൻ കണ്ടു, ധ്യാനത്തിന് വന്നിട്ട് ഇവളുണ്ടല്ലോ ഭക്ഷണം കഴിക്കാതെ ധ്യാനം കൂടിയെന്ന്, ഉപവാസിച്ച് പ്രാർത്ഥിച്ച്, ഒറ്റ വിഷയമുള്ളൂ, എന്താ? അവനെ കെട്ടണം, വേറെ ഒന്നുമില്ല. ധ്യാനത്തിൻ്റെ അവസാന ദിവസം എത്തിയപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, അച്ഛാ ദൈവം എന്നിൽ ഇടപെട്ട് കഴിഞ്ഞു, എനിക്ക് അത്രയും ഞാൻ ത്യാഗമെടുത്ത് പ്രാർത്ഥിച്ചതാണ്. ഇവള് ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടുകാർ ചോദിച്ചു, അപ്പോൾ ഇവളുടെ ജീവിതം ഇനി മുമ്പോട്ട് നീങ്ങണമല്ലോ, ഇവൾ ഒരു രക്ഷയില്ല, അമ്പിനും വില്ലിനും അടുക്കില്ല എന്നൊക്കെ പറയുന്ന ഭാഷ. ഇവള് പറഞ്ഞു അത് മതി. അപ്പോൾ ധ്യാനം കൂടി കഴിഞ്ഞു. അപ്പോൾ അവസാനം ഇവളുടെ മാതാപിതാക്കൾ പറഞ്ഞു, അങ്ങനെയെങ്കിൽ അങ്ങനെ. അതായത് നമ്മൾ ദൈവസന്നിധിയിൽ ചില കാര്യങ്ങൾ ദൈവഹിതമല്ലെങ്കിലും നമ്മളിങ്ങനെ വട്ടയിട്ട് ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കടന്ന് ഇങ്ങനെ ചോദിച്ച് കഴിയുമ്പോൾ അവസാനം ദൈവം പറയും, എന്നാ പിന്നെ എന്തെങ്കിലും ആവട്ടെ നടക്കട്ടെ. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, എന്താണെന്നറിയോ? ഇതാരുടെ ഇഷ്ടമാണ്? എൻ്റെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഇതിൻ്റെ കോൺസിക്വൻസ്, ഇതിൻ്റെ അനന്തരഫലവും നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. ഈ പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞു, ഇവളോട് പലരും പറഞ്ഞു കൊടുത്തു, ഞങ്ങൾ പറഞ്ഞു, പക്ഷെ ഇവൾ പറഞ്ഞു അവനാണ് പെർഫെക്റ്റ്. എന്നാൽ കല്യാണം കഴിഞ്ഞപ്പോഴല്ലേ ഇവൻ്റെ തനി സ്വഭാവം മനസ്സിലായത്. ഒറ്റ മാസം മുഴുവനായിട്ട് ഇവള് കല്യാണം കഴിഞ്ഞിട്ട് അവൻ്റെ വീട്ടിൽ നിന്നില്ല, 1 മാസം തികച്ചു നിന്നില്ല. ഇവള് തിരികെ വന്നു. എന്നിട്ട് ഇവള് പറഞ്ഞു, അത് അവൻ എന്നെ പറ്റിച്ചതാ. അപ്പൊ ഇത് നമ്മൾ പറയുമ്പോഴത്തേക്ക്, ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴത്തേക്ക് തിരിച്ചറിയേണ്ട ഒരു കാര്യം, ചില കാര്യങ്ങൾ ദൈവഹിതമല്ലെങ്കിൽ നിന്റെ ഇഷ്ടം, എനിക്കിങ്ങനെ തോന്നുന്നു, അയ്യോ ദൈവമേ, അന്തോനി സുന്യാള തദൗസച്ച അല്ലേ, എല്ലാവരുടെയും വട്ടം പിടിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കും. എന്നിട്ട് കാര്യം നേടിയെടുക്കും. ദൈവം പറയും, എന്നാ പിന്നെ പോട്ടെ. പക്ഷേ അതിൻ്റെ കോൺസിക്വൻസ്, അതിൻ്റെ അനന്തരഫലം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. ജെറമിയ 29:11 ഗുണം എന്താണെന്നറിയോ? ദൈവത്തിൻ്റെ പദ്ധതി ആയതുകൊണ്ട് ദൈവം തന്നെ അതിൻ്റെ കോൺസിക്വൻസ് നോക്കിക്കോളും. ഹല്ലേലൂയാ. പിടികിട്ടിയോ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? അതായത് ദൈവത്തിൻ്റെ വില്ലാണെങ്കിൽ, ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ അതിൻ്റെ ഗുണം ദൈവം തന്നെ അതിനാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു നൽകും.
ഇതാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇതിൻ്റെതായിട്ടുള്ള എല്ലാ കോൺസിക്വൻസും നീ അനന്തര ഫലങ്ങളും നീ ഏറ്റെടുക്കേണ്ടി വരും, നീ ഭാരപ്പെടേണ്ടി വരും, നീ ദുഃഖത്തിലേക്ക് പോകും. ഹല്ലേലൂയാ. ലൂക്കാസ് വിശേഷം 1:38 പരിശുദ്ധ മറിയം എന്തോ പറഞ്ഞല്ലോ. എന്താ പറഞ്ഞേ? ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ. ആരുടെ ഇഷ്ടം? ദൈവമേ, നിന്റെ ഇഷ്ടം, നിന്റെ ഇഷ്ടം. ലൂക്കാസ് വിശേഷം 22:42 സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 22:42. ഈശോ കുരിശെ കടന്നുകൊണ്ടൊരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? പിതാവേ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ, എങ്കിലും എന്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. നിന്റെ ഹിതം, നിന്റെ ഇഷ്ടം നിറവേറണം. ഹല്ലേലൂയാ. അപ്പൊ നമ്മുടെ പ്രാർത്ഥനാ ശൈലികളിൽ നമുക്കുണ്ടായിരിക്കേണ്ട ഒരു മാനദണ്ഡം, നമ്മൾ സമ്മർദ്ദം കൊടുത്തൊരു കാര്യം നടത്തുക എന്നുള്ളതിനേക്കാൾ ഉപരിയായി, ദൈവമേ നിന്റെ ഇഷ്ടം, നിന്റെ ഹിതം, അതനുസരിച്ച് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പത്തിലാവും. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തകനായ ദാവീദ് 40:8 ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 40:8, 40 അതിന്റെ 8 ഒന്ന് വായിച്ചേ. 48. എന്റെ ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എന്റെ സന്തോഷം. കണ്ടോ, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ്. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 6:10 എന്താ പറഞ്ഞു പഠിപ്പിച്ചത്? നിന്റെ ഹിതം നിറവേറണം, നിന്റെ രാജ്യം വരണം, നിന്റെ രാജ്യം വരണം. നമുക്ക് സങ്കീർത്തനത്തിൽ ഒരു കുഞ്ഞു വചനം കൂടെ വായിച്ചാലോ? സങ്കീർത്തനം 37 അതിന്റെ 4 ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 37 37 വായിച്ചേ. നല്ല വചനം, പരിചയമുള്ള വചനല്ലേ? വായിച്ചേ. 37 4 കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. കർത്താവിൽ ആനന്ദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഹിതമല്ല, ദൈവത്തിന്റെ ഹിതം നിറവേറാൻ ആഗ്രഹിച്ചാൽ അതെല്ലാം ഫുൾഫിൽ ചെയ്യപ്പെടും, അതെല്ലാം പൂർത്തീകരിക്കപ്പെടും. സ്വരമുയർത്തി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇപ്പൊ നമ്മള് ചില കാര്യങ്ങൾ പഠിക്കുവാണ്. ഇതൊരു ഉറപ്പാണ്, പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം ഇടപെടുമെന്നുള്ള ഉറപ്പാണ്. രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവഹിതപ്രകാരമാകുമ്പോഴാണ് ആ പ്രാർത്ഥനയുടെ ഉറപ്പ് നമുക്ക് നന്നായി അനുഭവിക്കാൻ പറ്റുന്നത്. ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചേ. നമ്മൾ പല കാര്യങ്ങളും പ്രാർത്ഥന തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ കൺവെട്ടത്ത് അത് ദൈവം ഉത്തരം തന്നു കഴിഞ്ഞു. പല വിജയങ്ങളും പല ഉത്തരങ്ങളും നമ്മൾ വിശ്വസ്തയോടുകൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലേക്ക് ദൈവം വെച്ചു തന്നു കഴിഞ്ഞു. പക്ഷേ അത് നമ്മുടെ കൺവെട്ടത്ത് നമ്മൾ അനുഭവിക്കുന്നത് ഒരു അല്പസമയം കഴിഞ്ഞിട്ടായിരിക്കും. ഇത് മനസ്സിലാക്കാൻ ദാനിയേലിന്റെ പ്രവചന പുസ്തകം 10 അതിന്റെ 12 ഒന്ന് വായിച്ചാലോ? ബുക്ക് ഓഫ് ദാനിയേൽ ചാപ്റ്റർ 10 10 അതിന്റെ 12 ദാനിയേലിനെ കുറിച്ച് ഒരു കാര്യം പഠിപ്പിക്കുകയാണ്. ദാനിയേൽ എത്ര ദിവസത്തേക്കാണ് പ്രാർത്ഥന ഏറ്റെടുത്തത്? വചനം പഠിപ്പിക്കുന്നു 10 3 ആ 3 ആഴ്ച കാലം മുഴുവൻ. 3 ആഴ്ച എന്ന് പറഞ്ഞ എത്ര ദിവസമായി? 3 ആഴ്ച 21 ദിവസം. അതാണ് ഡാനിയേൽ ഫാസ്റ്റിംഗ് പ്രയർ എന്നൊക്കെ പറയത്തില്ലേ, അല്ലേ? 3 ആഴ്ച കാലം ഡാനിയേൽ ഫാസ്റ്റിംഗ് പ്രയർ. 3 ആഴ്ച കാലം ഒരു നിയോഗമെടുത്ത് ദാനിയേല് 3 ആഴ്ച പ്രാർത്ഥിച്ചു. ഒരു വചനമുണ്ട്, അത് ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. അതിന്റെ 10 വായിച്ചേ. 12 വായിച്ചേ. അവൻ പറഞ്ഞു ദാനിയേലേ, ഭയപ്പെടേണ്ട, ശരിയായി അറിയുന്നതിൽ നീ നിന്റെ ദൈവത്തിന്റെ മുൻപിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ പ്രാർത്ഥന നിമിത്തമാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. ദൈവദൂതൻ പറയുക, ദൈവദൂതൻ ദാനിയേലിനോട് പറയുന്നത്, ദാനിയേലിന്റെ പ്രാർത്ഥനയുടെ 21 ദിവസം, പ്രാർത്ഥന തീർന്ന ദിവസം, അല്ലാതെ 20 ദിവസം വന്നില്ല, 10 ദിവസം വന്നില്ല, 18 ദിവസം വന്നില്ല. 21 ദിവസം പ്രാർത്ഥന തീർന്ന ദിവസം ദൈവത്തിന്റെ ദൂതൻ വന്നു. എന്നിട്ട് ദൈവത്തിന്റെ ദൂതൻ ഒരു കാര്യം പറഞ്ഞു, എടാ, നീ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നീ എന്നാണോ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് ആ 1-ാം ദിവസം തന്നെ നിന്റെ പ്രാർത്ഥന ദൈവം കേട്ട് കഴിഞ്ഞു. പറഞ്ഞേ ആമേൻ, ആമേൻ. ചിലരോട് നമ്മൾ ഇവിടെ പ്രാർത്ഥനയ്ക്കൊക്കെ വരുമ്പോഴത്തേക്ക് ചിലരോട് ഇത്ര ദിവസം പ്രാർത്ഥിക്കുക, 9 ദിവസം പ്രാർത്ഥിക്കുക, 21 ദിവസം പ്രാർത്ഥിക്കുക, 33 ദിവസം പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കാൻ ചില ദിവസങ്ങളൊക്കെ ക്രമീകരിച്ചു കൊടുക്കും. ചിലരുടെ ഉത്തരം കേട്ടിട്ടുണ്ട്. 3 ദിവസം കഴിയുമ്പോൾ വാട്സപ്പിൽ മെസ്സേജ് വരും, അച്ഛാ പ്രാർത്ഥന തുടങ്ങി, ഒരു മാറ്റവും ഇല്ല. അല്ല ചേച്ചി, നമ്മൾ 9 ദിവസം അല്ലച്ചാ, ഒന്നും കാണുന്നില്ല. പ്രാർത്ഥിക്കാൻ ദൈവം നമുക്ക് നിശ്ചയിച്ചു ചില ദിവസങ്ങൾ, 9 ദിവസം, 33 ദിവസം, 21 ദിവസം, അങ്ങനെ തുടങ്ങി എന്താണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇവിടെ വചനം പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ദാനിയേല് പ്രാർത്ഥിച്ച് തുടങ്ങിയ ദിവസം തന്നെ ദൈവം അവന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. എന്നിട്ട് എന്താ ഒരു വചനം പറഞ്ഞിരിക്കുന്നത്? നിന്റെ പ്രാർത്ഥന നിമിത്തമാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതായത് നമ്മുടെ പ്രാർത്ഥന സ്വർഗ സന്നിധിയിലേക്ക് എത്തിക്കഴിഞ്ഞു, ഉത്തരം തന്നു കഴിഞ്ഞു. പക്ഷേ ആ സ്വർഗ സന്നിധിയിൽ നിന്ന് നമ്മുടെ പക്കലേക്ക് വരുമ്പോൾ ചില തടസ്സങ്ങൾ, അതാണ് വൈകുന്നതിൻ്റെ കാരണം. ചില കാര്യങ്ങൾ തടയുന്നു. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ആ പുസ്തകത്തിൽ ഒരു ദുരാത്മാവിനെ കുറിച്ചൊക്കെ പഠിക്കാൻ സാധിക്കും. അതായത് സ്വർഗത്തിൻ്റെ കൃപ നമ്മുടെ പക്കലേക്ക് സ്വീകരിക്കപ്പെടുന്നതിന് ചില തടസ്സങ്ങൾ, അതുകൊണ്ടാണ് വൈകിയതെന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൃത്യമായിട്ട് വിശ്വസിക്കേണ്ട കാര്യം, പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരമുണ്ട്, ഉണ്ട്. ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞ്, നീ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും. ഹല്ലേലൂയാ. അപ്പൊ ചിലരിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ അച്ഛാ എത്ര നാളായി പ്രാർത്ഥിക്കുന്നു, ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുമ്പോൾ 3 തരത്തിൽ ഉത്തരം തരും. ഒന്നാമത്തത് എന്താണെന്നറിയോ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉടനടി സാധിച്ചു കിട്ടും. യെസ്, ലെറ്റ് ഇറ്റ് ഹാപ്പൻ. ഉടനടി സാധിച്ചു കിട്ടും. ഹല്ലേലൂയാ. അപ്പൊ നിങ്ങളുടെ കുഞ്ഞ് സ്കൂളിൽ നിന്ന് വിഷമിച്ച് വൈകുന്നേരം ഓടി വീട്ടിലോട്ട് എത്തുമ്പോഴത്തേക്കും അമ്മേ ഒരു ഗ്ലാസ് വെള്ളം എന്ന് ചോദിക്കുമ്പോൾ ഉടനെ അമ്മ എന്ത് പറയും? ദേ മോൻ വിഷമിച്ച് വരുമല്ലേ, എടുത്തോ, ഇതാ എന്നും പറഞ്ഞ് വെള്ളം എടുത്തു കൊടുക്കും. ഉടനെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇനി അതേ സമയം തന്നെ നമ്മൾ ശ്രദ്ധിക്കണം, ചില കാര്യങ്ങൾ കർത്താവ് പറയും, ഒന്ന് വെയിറ്റ്, ശാന്തമാവും, ഒന്ന് വെയിറ്റ് ചെയ്യ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പണ്ട് സ്കൂളിൽ, കാറ്റീസം സ്കൂളിലൊക്കെ ഞങ്ങൾ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കും പറഞ്ഞുകൊണ്ടിരുന്നത്, ഈ സ്കൂളിൽ കുട്ടി, അതായത് ചെറിയ കുട്ടി, ഒരു പെൺകുട്ടി അമ്മ സാരിയൊക്കെ ഉടുത്ത് രാവിലെ പള്ളിയിലോട്ട് പോകാൻ വേണ്ടി ഉടുത്തൊരുങ്ങുമ്പോൾ ഈ കൊച്ചിനും ആഗ്രഹം, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചാ, അമ്മേ എനിക്കും ഇതുപോലെ സാരി ഉടുത്ത് പോകണം, എനിക്കും സാരി ഉടുക്കണം. അപ്പം അമ്മ എന്ത് പറയും? എടി നിനക്ക് പ്രായമായില്ല, നീ വെയിറ്റ് ചെയ്യ്, നീ ശാന്തമാവും, നിനക്ക് സാരി ഉടുക്കാനുള്ള ഒരു സമയം വരുമ്പോൾ നീ സാരി ഉടുക്കാം, സമയമുണ്ടെന്ന് വെയിറ്റ് ചെയ്യ്. ഇതുപോലെ ചില കാര്യങ്ങൾ കർത്താവ് നമ്മളെ ഒന്ന് വെയിറ്റ് ചെയ്യിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. നമ്മൾ പ്രാർത്ഥിക്കുന്നു, ദൈവം നമ്മളോട് ചില കാര്യങ്ങൾ പറയും, യു വെയിറ്റ്. 3ാമത്തെ എന്താണെന്നറിയോ? ദൈവം പറയും, ഇത് നല്ലതല്ലടാ, ഇതിനേക്കാളും നല്ലത് നിനക്ക് വേണ്ടി ഒറ്റിട്ടുണ്ട്, ഇതിപ്പം നല്ലതല്ല. നമ്മൾ ചോദിച്ചു, ദൈവം തന്നില്ല. പക്ഷേ ഇതിനേക്കാളും വലുത്, ബെറ്റർ ആയിട്ടുള്ള നിനക്ക് വേണ്ടിയിട്ട് കർത്താവ് ഒരുക്കിയിട്ടുണ്ടെന്ന്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇവിടെ ധ്യാനത്തിന് വന്ന ഒരു ചെറുപ്പക്കാരൻ ഏറ്റവും മുമ്പിലിരിക്കുക. സാധാരണ ഈ ചെറുപ്പക്കാര് പ്രാർത്ഥിക്കാൻ 1-ാം ദിവസമൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ധ്യാനത്തിന്റെ 3-ാം ദിവസമൊക്കെ എത്തുമ്പോഴാണ് അവർ കുമ്പസാര കഴിയുമ്പോൾ ആർജവത്തിലോട്ട് എത്തുന്നു. പക്ഷേ ഞാനീ പറയുന്ന ചെറുപ്പക്കാരൻ 1-ാം ദിവസം തൊട്ട് കരച്ചിലും പിഴിച്ചിലും പ്രാർത്ഥനയും. ഇവൻ എന്നോട് പറഞ്ഞു, അച്ഛാ എൻ്റെ വീട്ടിൽ എന്നെ ഇപ്പം വേണ്ട, ഞാൻ നന്നായി പഠിച്ചുകൊണ്ടിരുന്ന ഒരുത്തനാണ്, എൻ്റെ പ്രതീക്ഷയ്ക്ക് ഒന്നും അങ്ങോട്ട് കാര്യം നടക്കുന്നില്ല, ഞാൻ ഒത്തിരി നാളെ പ്രാർത്ഥിക്കുന്ന അച്ഛാ, ഈ ധ്യാനമാണ് എൻ്റെ മുമ്പിലുള്ള ഒരു ഉത്തരം, ദൈവം ഇടപെടണം. അപ്പോൾ ഇവനോട് സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി, ഇവന് വിദേശത്തൊരു സ്ഥലത്ത് പഠിക്കാൻ പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, അതങ്ങോട്ട് ശരിയായില്ല. അപ്പോൾ പിന്നെ വീട്ടുകാർ പറഞ്ഞെന്നാൽ പിന്നെ നീ വേറൊരു ജോലി നോക്ക്, അതും ശരിയായില്ല. എന്തു പറയേണ്ടു, ഇവൻ ഇപ്പോൾ 1.5 വർഷമായിട്ട് വീട്ടിൽ കുത്തിയിരിപ്പാം. അതാണ് ഇവൻ്റെ അവസ്ഥ. അപ്പം നാട്ടുകാരുടെ മുമ്പിൽ ഇവൻ ചോദ്യചിഹ്നം, കളിയാക്കുന്നു. കൂട്ടുകാരൊക്കെ അവിടെ എത്തി ഇവിടെ എത്തി, ഇവൻ ആകപ്പാടെ സങ്കടം. അപ്പം ഇവൻ കണ്ണുനീരോടെ ധ്യാനത്തിന് വന്നിട്ട് ഈശോയെന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇവന് ചില വചനങ്ങളൊക്കെ കിട്ടി, ഇവൻ പ്രാർത്ഥിച്ചു, കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങി. ഒരു ധ്യാനം കഴിഞ്ഞ് ഒരു 3 ആഴ്ച കഴിഞ്ഞിട്ടുണ്ട്. ഇവൻ ഒരു ദിവസം കാണാൻ വന്നപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞു, അച്ഛാ കൈ കൊടുക്ക്. ഞാൻ പറഞ്ഞു, എന്തിനാടാ കൈ?
അച്ഛൻ കൈ കൊടുക്കച്ചാ. അച്ഛാ ദൈവമുണ്ട്. ഞാൻ ചോദിച്ചു ദൈവം ഉണ്ടോന്ന് എനിക്കറിയാം. അല്ലച്ചാ ദൈവം ഉണ്ടച്ചാ. ഇവൻ എന്നോട് പറയൂ അച്ഛാ ദൈവം ഉണ്ടച്ചാ, എനിക്കത് മനസ്സിലായി അച്ഛാ. ധ്യാനം കഴിഞ്ഞ് ഞാൻ പോയി. ആ ദിവസങ്ങൾ മുതൽ എൻ്റെ ജീവിതത്തിൽ ദൈവം ചില കാര്യങ്ങൾ ഇടപെടാൻ തുടങ്ങി. അപ്രതീക്ഷിതമായിരുന്ന അനേക കാര്യങ്ങൾ എൻ്റെ മുമ്പിൽ തുറക്കപ്പെടാൻ തുടങ്ങി. അച്ഛാ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ജർമ്മനിയിൽ ഇന്ന ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, അവിടെ പഠിക്കാൻ പോകണം. അഡ്മിഷൻ കിട്ടാൻ ഒരു സാധ്യതയില്ല. ഒത്തിരി ലക്ഷങ്ങൾ കൊടുക്കേണ്ടതാണ്, നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ധ്യാനം കഴിഞ്ഞ് പ്രാർത്ഥിച്ചു തുടങ്ങിയ നാളിൽ എനിക്ക് ഇങ്ങോട്ട് ഒരു ഇൻവിറ്റേഷൻ ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നിരിക്കുന്നു. അച്ഛാ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞിട്ട് അവർക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ അപേക്ഷ കൊടുത്തിട്ട് ഇപ്പോൾ 1.5 വർഷം 2 വർഷമായി. ഇപ്പതേ അവിടെ നിങ്ങോട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നു. എന്ന് മാത്രമല്ല അവർ സ്കോളർഷിപ്പോടുകൂടെ എനിക്ക് അവിടെ പഠിക്കാൻ എനിക്ക് അവസരം ഒരുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഇവൻ പറയുക അത് മാത്രമല്ല അച്ഛാ, ഞാൻ ഈ കഴിഞ്ഞ 1.5 വർഷം വീട്ടിൽ കുത്തിയിരുന്നപ്പോഴത്തേക്ക് പല സ്ഥലത്തും ഇൻ്റർവ്യൂ ഒക്കെ ഞാൻ ചെയ്തായിരുന്നു, പല ജോലിക്ക്. ഏതായാലും ജർമ്മനി പോയി, എന്നാൽ പിന്നെ ജോലി എന്തു പറയാനാ. ദുബായിൽ നിന്നുള്ള ഒരു കമ്പനി, ബാംഗ്ലൂരിൽ നിന്നുള്ള ഒരു കമ്പനി, അങ്ങനെ എൻ്റെ മുമ്പിൽ അനേക സാധ്യതകൾ. അച്ഛാ ദൈവമുണ്ട് അച്ഛാ, ദൈവമുണ്ട്. പിടികിട്ടിയോ? എന്തിനാണ് ഇവനോട് ദൈവം നോ പറഞ്ഞത്? എന്തിനാണ് ഇവൻ കുറെ നാൾ കരഞ്ഞത്? എന്തിനാണ് ഇവൻ കുത്തിയിരുന്നത്? ബെറ്റർ ഫ്യൂച്ചർ. ഇവന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടാൻ വേണ്ടി, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി, അവൻ്റെ ആത്മീയ ജീവിതം വളർത്താൻ വേണ്ടി. അപ്പോൾ ഓർക്കേണ്ട കാര്യം, നിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നു. പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. 3 തരത്തിൽ ദൈവം ഇടപെടും. 1 യെസ്, 2 വെയിറ്റ്, 3-മത്തത് നോ. ഈ നോ പറയുന്നത് എന്തിനാ? ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് നിനക്ക് ദൈവം ഒരുക്കും. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. പറഞ്ഞേ, ഒച്ചത്തിൽ പറഞ്ഞേ, എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. അല്പം കൂടെ ഒച്ചത്തിൽ പറഞ്ഞേ, എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്ക് എല്ലാവർക്കും മുട്ടുകുത്താം. മുട്ടുകുത്തിക്ക് കരങ്ങൾ കൂപ്പി ദൈവസന്നിധിയിൽ നന്നായിട്ട് പ്രാർത്ഥിക്കണം. ഈ വചനം ഹൃദയത്തിൽ വിശ്വസിച്ചു കൊള്ളുക. കർത്താവേ, ഞാനിത് ഏറ്റെടുക്കുകയാണ്. 1 യോഹന്നാൻ 5:14 കർത്താവേ, ഇതെന്നിൽ സംഭവിക്കട്ടെ. അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. ദൈവമേ, ഇതെൻ്റെ മേൽ സംഭവിക്കട്ടെ. വിശ്വസിച്ച് കരങ്ങൾ കൂപ്പി നമുക്ക് ഒരുമിച്ച് ആരാധനയുടെ ഗീതം പാടി പ്രാർത്ഥിക്കാം. ആയിരിക്കുന്നോരും വരുവാനിരിപ്പോരും സർവശക്തനും ആയിരുന്നോരും ആയിരിക്കുന്നോരും വരുവാനിരിപ്പോരും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. ഏലിയ നമ്മെപ്പോലെ ഒരുവനായിരുന്നു. 3.5 വർഷക്കാലം മഴ പെയ്യാതിരിക്കാൻ പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്യാതിരുന്നതും, പിന്നീട് പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തതും എൻ്റെയും നിന്റെ മുമ്പിൽ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ താളത്തെപ്പോലും നിന്റെ പ്രാർത്ഥനയ്ക്ക് ചലിപ്പിക്കാൻ പറ്റുമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഒന്നും അടഞ്ഞ വാതിലുകളല്ല. പ്രാർത്ഥന ഉയരുന്നതനുസരിച്ച് ദൈവം നിന്നിൽ പ്രവർത്തിക്കും. വിശ്വസിക്കുക. ഓരോ വ്യക്തിയുടെയും ഉള്ളിലുള്ള എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഈ അൾത്താരയിൽ സമർപ്പിക്കുക. അതിനുശേഷം എഴുന്നേറ്റ് നിൽക്കുക. എഴുന്നേറ്റ് നിൽക്കുക. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ വിശ്വസിച്ച് ഇത് ഏറ്റെടുക്കുകയാണ്. നിന്റെ മേൽ കർത്താവിൻ്റെ അത്ഭുത ശക്തി നിറയപ്പെടുന്ന സമയം. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 7:7 പഠിപ്പിച്ചത്, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. യെസ്, ചോദിക്കാൻ തയ്യാറാവണം, അന്വേഷിക്കാൻ തയ്യാറാവണം, മുട്ടാൻ തയ്യാറാവണം. ഓരോ വ്യക്തിയും തീരുമാനമെടുക്കണം. ഞാൻ എത്രത്തോളം ചോദിക്കുന്നുണ്ട്,
ഞാൻ എത്രത്തോളം അന്വേഷിക്കുന്നുണ്ട്, എത്രത്തോളം മുട്ടുന്നുണ്ട്. നിന്റെ ആവശ്യം വലുതല്ലേ? അതനുസരിച്ച് നീ പ്രാർത്ഥിക്കണ്ടേ? നിന്റെ പ്രാർത്ഥനാ രീതികൾ എന്താണ്? ഓരോ വ്യക്തിയും സ്വയം ചിന്തിക്കുക. നിന്റെ വീട്ടിൽ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥയിൽ നീ എത്രത്തോളം ദൈവത്തെ അന്വേഷിക്കുന്നു? അതോ വെറുതെ മറ്റുള്ളവരെ പോലെ തന്നെ വെറും സാധാരണ പ്രാർത്ഥനയായിട്ട് നടക്കുകയാണോ? കുടുംബ പ്രാർത്ഥനയുണ്ട്, അത് പറഞ്ഞ് നടന്നാൽ മതിയോ? പോരാ. മറിച്ച് നിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടാൻ നീ നന്നായി നിന്റെ ഭാഗത്ത് നിന്നൊരു എക്സ്ട്രാ ഓർഡിനറി പ്രയർ ഉയരണം. മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്നത് ഇത്രയൊക്കെയല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ പോരാ. നീ എത്രത്തോളം അന്വേഷിക്കുന്നോ അത്രത്തോളം കണ്ടെത്തും, എത്രത്തോളം ചോദിക്കുന്നോ അത്രത്തോളം ലഭിക്കും, എത്രത്തോളം മുട്ടുന്നുണ്ടോ അത്രത്തോളം തുറന്നു കിട്ടും. കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ ഇപ്പോൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷ സമയം ജീവിതത്തിൽ ഏതെങ്കിലും പ്രാർത്ഥനാ ശൈലികളൊക്കെ ഉണ്ടായിരുന്നവരത് ഉപേക്ഷിച്ചവരുണ്ടാവും. ചിലപ്പോൾ പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നുന്നവരുണ്ടാവും. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന് കരുതി അത് ഉപേക്ഷിച്ചവരുണ്ടാവും. ദേവാലയത്തിൽ പരിശുദ്ധ കുർബാനയിൽ പോകുന്നത് മുടങ്ങിപ്പോയവരുണ്ടാകും. ജപമാല ചൊല്ലുന്ന ശൈലികൾ നിർത്തിയവരുണ്ടാകും. വചനവായന ഉണ്ടായിരുന്നവർ അത് അലസമായി ഉഴപ്പിപ്പോയി അത് നിന്നുപോയവരുണ്ടാകും. ഇപ്പോൾ ഒന്നും പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. ഓരോരുത്തരും വ്യക്തമായൊരു ബോധ്യത്തിലോട്ട് എത്തുക. എൻ്റെ പ്രാർത്ഥന ഉയർന്നാൽ അതനുസരിച്ച് ദൈവം പ്രവർത്തിക്കും. ഓരോ വ്യക്തിയും സ്വയം വിശ്വസിക്കുക. 2 കരങ്ങളും അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ചു. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 13, 14. നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അതെന്ത് ചെയ്തു തരും. കർത്താവ് നിനക്ക് നൽകുന്നൊരു വാഗ്ദാനമാണ്. മർക്കോസ് 11:24. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾ ലഭിക്കുക തന്നെ ചെയ്യും. കർത്താവ് ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങളിതാ ഏറ്റെടുക്കുകയാണ് പ്രാർത്ഥിക്കാനുള്ള വലിയ തീരുമാനം. അതുകൊണ്ടാണ് ജെറമിയ 33:3 പഠിപ്പിക്കുന്നു, എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു. എൻ്റെ ബുദ്ധിക്കതീതമായ കാര്യം കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹബക്കൂക്ക് പ്രവചനം 1:5. ഇതാ വിശ്വസിക്കുക, നിന്നിൽ കർത്താവ് ഇടപെടുന്ന സമയമാണ്. കർത്താവ് ഈ നാളുകളിൽ നിന്റെ ബുദ്ധിക്ക് അതീതമായ ഒരു കാര്യം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ്. നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ പോവുകയാണ്. 2 കരങ്ങളും അൾത്താരിലേക്ക് നീട്ടിപ്പിടിച്ച് എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, യേശുവേ എന്ന് വിളിക്കാനുള്ള തീരുമാനം, ആബാ പിതാവേ എന്ന് വിളിക്കാനുള്ള തീരുമാനം, പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കാനുള്ള തീരുമാനം നിന്റെ പ്രാർത്ഥനയിലാണ്, നിന്റെ നീട്ടിയ കരങ്ങളിലാണ് നിന്റെ കുടുംബത്തിന്റെ രക്ഷയിരിക്കുന്നത്. മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിരിക്കാനല്ല, മറിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ കണ്ണുനീരും കരങ്ങൾ ഉയർത്തിയുള്ള പ്രാർത്ഥനയും സ്വർഗം തുറക്കും. പരാതിപ്പെട്ടുകൊണ്ടിരിക്കാതെ ആ പരാതികളെ നീ പ്രാർത്ഥനയാക്കി ഉയർത്തുക. ആ പരാതികളെ നീ പ്രാർത്ഥനയാക്കി ഉയർത്തുക. 2 കരങ്ങളും അൾത്താരിലേക്ക് നീട്ടിപ്പിടിച്ച് യേശുവേന്ന് വിളിച്ച് പോരല്ലോ, ഹൃദയം തുറന്ന് വിളിക്കട്ടെ, ഹൃദയം തുറന്ന് വിളിക്കട്ടെ. ഈശോയേന്ന് വിളിക്കട്ടെ, ഈശോയേന്ന് വിളിക്കട്ടെ, യേശുവേന്ന് വിളിക്കട്ടെ. വലിയൊരു അഭിഷേകം സംഭവിക്കട്ടെ, വലിയൊരു അഭിഷേകം സംഭവിക്കട്ടെ. ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കപ്പെടട്ടെ. കൈകളടിച്ച് വിശ്വസിക്കുക. ഇത് നിന്റെ മേൽ സംഭവിക്കുന്ന സമയമാണ്, നിന്റെ കുടുംബത്തിൽ സംഭവിക്കുന്ന സമയമാണ്, എൻ്റെ ബന്ധങ്ങളിൽ സംഭവിക്കുന്ന സമയമാണ്, അനുദിന ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. ഓ കർത്താവ്, ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ആമേൻ. ചേർന്ന് ആമേൻ. യാചിച്ചാൽ മുട്ടിയാൽ ചോദിച്ചാൽ കൈകൾ അടിച്ച് പ്രാർത്ഥിച്ചാൽ യാചിച്ചാൽ മുട്ടിയാൽ ചോദിച്ചാൽ. ഒരിക്കൽ കൂടെ ചേർന്ന് പാടിക്കേ. യാചിച്ചാൽ മുട്ടിയാൽ ചോദിച്ചാൽ. പഠിക്കേ. യാചിച്ചാൽ മുട്ടിയാൽ ചോദിച്ചാൽ. കരങ്ങൾ ഉയർത്തി കൈയടിച്ചാലോ.
ആമേൻ. വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയമായും വാക്കു പറഞ്ഞവൻ നിശ്ചയമായും നിശ്ചയം നിശ്ചയം അതു നിശ്ചയം. വാക്കു പറഞ്ഞവൻ. വാഗ്ദത്തം തന്നവൻ അകലുകില്ല. ആമേൻ. വാഗ്ദത്തം തന്നവൻ. രണ്ട് കരങ്ങൾ ഉയർത്തി ഈശോയെന്ന് വിളിച്ച് വിളിച്ച് പ്രാർത്ഥിച്ച് ഇതിന്മേൽ കർത്താവിന്റെ ശക്തി വെളിപ്പെടട്ടെ. പുതിയൊരു അഭിഷേകം വെളിപ്പെടട്ടെ. ദൈവ കൃപകൾ വെളിപ്പെടട്ടെ. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഓരോ വ്യക്തിയിലും വെളിപ്പെടുന്നു. കൃപയ്ക്ക് മേൽ കൃപ കർത്താവ് ചൊരിയുന്നു. നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. നീ ഭാരപ്പെടണ്ട. നിനക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കും. നിനക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കും. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. ദാഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ആരാധന 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 ആരാധന. വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയുടെ മേൽ കർത്താവിന്റെ കൃപ വർഷിക്കപ്പെടുന്നു. അനേകരിലേക്ക് കർത്താവിന്റെ കൃപ വർഷിക്കപ്പെടുന്നു. ഗർഭിണിയായ ഒരു സ്ത്രീയെ കർത്താവ് തൊട്ടനുഗ്രഹിക്കുന്നു. സ്വപ്ന എന്ന പേരുള്ള ഒരു പെൺകുട്ടിയെ കർത്താവ് പേരെടുത്ത് വിളിച്ച് അനുഗ്രഹിക്കുന്നു. ഈശോയുടെ കൃപ നിന്റെ മേൽ സംഭവിക്കപ്പെടുന്നു. ഒരു സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ടതിനെ കുറിച്ച് വിഷമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിക്ക് കർത്താവ് അത് തിരികെ നൽകി അനുഗ്രഹിക്കുന്നു. കർത്താവ് നിന്റെ മേൽ കൃപയായി ചൊരിയപ്പെടുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. ഒരു വാഹന അപകടത്തെ തുടർന്ന് നാളുകളായി വിഷമസന്ധിയിൽ കഴിയുന്ന ഒരു കുടുംബത്തിന്റെ മേൽ കർത്താവിന്റെ കൃപ ചൊരിയപ്പെടുന്നു. വിസ തടസ്സം കർത്താവ് മാറ്റുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കാരുണ്യം ഒഴുകുന്നു. കർത്താവിന്റെ കാരുണ്യം ഒഴുകുന്നു. ജയിലിൽ കഴിയുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇതാ വിടുതൽ നൽകി അനുഗ്രഹിക്കുന്നു. ഒരു കുടുംബം കണ്ണുനീരോടെ ആ വ്യക്തിക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കാരുണ്യം വെളിപ്പെടുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന 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 ആരാധന. ഓ കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ചത് ഏറ്റെടുക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയിലും അത് സംഭവിക്കപ്പെടട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എന്റെ പ്രിയരെ, നമുക്കൊന്ന് പരസ്പരം ഒന്ന് പ്രാർത്ഥിക്കാമല്ലോ. ഈ രണ്ട് പേരായി മുഖത്തോട് മുഖം തിരിഞ്ഞു നിന്നേ. നിങ്ങളുടെ മുമ്പിലുള്ള വ്യക്തിയുടെ ശിരസിന് മുകളിലേക്ക് ആ വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ചോ. നിങ്ങളൊന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നിങ്ങളുടെ പ്രാർത്ഥന ഈ വ്യക്തിയിൽ സംഭവിക്കട്ടെ. വലിയൊരു അഭിഷേകം ഈ വ്യക്തിയിൽ സംഭവിക്കപ്പെടട്ടെ. സങ്കീർത്തനം 34:17 നീതിമാന്മാർ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു, അവരെ സകലവിധ കഷ്ടതകളിൽ നിന്ന് രക്ഷിക്കുന്നു. ഇപ്പോൾ കർത്താവ്, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈ വ്യക്തിയുടെ സകലവിധ കഷ്ടതകളിൽ നിന്ന് കർത്താവ് ഈ വ്യക്തിയെ രക്ഷിക്കട്ടെ. സകലവിധ കഷ്ടതകൾ നമുക്കറിഞ്ഞുകൂടാ ഈ വ്യക്തി കടന്നു പോകുന്ന കഷ്ടത ഏതാണെന്ന്. നീ പ്രാർത്ഥിച്ചോ. ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവർ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വ്യക്തി ഒന്ന് ചേർത്ത് പിടിച്ചോ. എന്നിട്ട് ആ വ്യക്തിയുടെ ശിരസിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചൊന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും. നീതിമാന്മാർ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു, അവരെ സകലവിധ കഷ്ടതകളിൽ നിന്ന് രക്ഷിക്കുന്നു. സകലവിധ കഷ്ടതകളിൽ നിന്ന് രക്ഷിക്കട്ടെ. 2 ദിനവൃത്താന്തം 7:14 ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും. ഈ വചനത്തിന്റെ അത്ഭുത ശക്തിയാൽ ഈ വ്യക്തിയുടെ പാപങ്ങൾ കർത്താവെ അങ്ങ് ക്ഷമിക്കണമേ. കർത്താവെ, ഈ വ്യക്തിയുടെ ദേശം, ഈ വ്യക്തിയുടെ കുടുംബം, ഈ വ്യക്തിയുടെ ജോലി, ഈ വ്യക്തിയുടെ ആരോഗ്യം, ഈ വ്യക്തിയുടെ ബന്ധങ്ങൾ, ഈ വ്യക്തിയുടെ ജീവിത നിലപാടുകൾ, ഈ വ്യക്തിയുടെ സ്വപ്നങ്ങൾ കർത്താവെ സമ്പുഷ്ടമാക്കട്ടെ, സമ്പുഷ്ടമാക്കട്ടെ, സമ്പുഷ്ടമാക്കട്ടെ. കർത്താവ്, ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിന്റെ ഭാഗമായി ആ വ്യക്തിയുടെ നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ച് അനുഗ്രഹിക്കുക. കർത്താവെ, ഇതാ സമർപ്പിക്കുന്നു. അതിനുശേഷം അൾത്താരയിലേക്ക് തിരിയുക. എൻ്റെ പ്രിയരെ, നീ വിശ്വസിക്കണം. കരങ്ങൾ കൂപ്പി കണ്ണടച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ടവരായ ചിലർ ഇവിടെ വന്നിട്ടില്ല. അവർക്ക് ഇവിടെ വരാൻ പറ്റത്തില്ല, ദൂരങ്ങളിലൊക്കെ ആയിരിക്കും. അവർക്ക് ഒരുപക്ഷെ നമ്മളെപ്പോലെ ഇതുപോലെ പ്രാർത്ഥിക്കുന്നൊന്നും വരാൻ പറ്റത്തില്ലായിരിക്കും. ജോലി, പഠനം, തിരക്ക്. നിങ്ങൾ അവരെ ഒന്ന് മനസ്സിൽ ഓർത്തെ. കർത്താവെ, ഇതാ ഞാൻ ഇന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇന്ന വ്യക്തിയെ ഓർക്കുന്നു.
ഒരു പക്ഷേ കുടുംബത്തിൽ കിടപ്പ് രോഗിയായിരിക്കും. നമ്മളെപ്പോലെ ഇവിടം വരെ വന്ന് പ്രാർത്ഥിക്കാനൊന്നും പറ്റുന്നില്ല. ചില മാനസിക ദുഃഖങ്ങളിൽ കഴിയുന്നവരുണ്ടാവും, ചില യാത്രകളിലുള്ളവരുണ്ടാവും. സമർപ്പിക്കുക. കർത്താവേ, ഏത് വിഷയത്തിലാണോ ഇന്ന വ്യക്തി ഭാരപ്പെട്ടിരിക്കുന്നത് ആ വിഷയത്തിൽ കർത്താവ് അങ്ങ് ഇടപെടണമേ. വിശ്വസിക്കുക. ആ വിശ്വാസത്തോടുകൂടെ നമുക്ക് മുട്ടുകുത്തി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. വിശ്വസിക്കണം, എൻ്റെ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു. ആ വിശ്വാസത്തോടെ നമുക്ക് ഒരുമിച്ച് ആരാധനയുടെ ആശീർവാദം സ്വീകരിക്കാം. ആരാധന ആരാധന യേശുവേ ആരാധന 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 രക്ഷക ആരാധന പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.